ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ആത്മീയ കാര്യങ്ങളിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി നമ്മൾ മാറണം. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും സ്മെല്ല് മണം അനുഭവിക്കുന്നതും ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കയറാൻ സാധ്യതയുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ തിന്മ നമ്മുടെ ഉള്ളിൽ കയറും. അതുകൊണ്ടായി കൊച്ചു മക്കളോടൊക്കെ പറയുന്നത് തിന്മയായതൊന്നും കാണരുത് എന്ന്, അശ്ലീലമായതൊന്നും കാണരുത്. ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ തിന്മ കാണാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പം മൊബൈൽ നെറ്റ് വഴി ഇഷ്ടമുള്ളത് കാണാൻ എന്തൊക്കെ കാണണോ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ദൈവവുമായി ഒരു ഉടമ്പടി ഉണ്ടാകണം. ജോബ് പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണുകൾ ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്തു, പിന്നെ എങ്ങനെ ഞാൻ കന്യകയെ നോക്കുമെന്ന്. തെറ്റായ ചിന്ത വരാതെ, തെറ്റായ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആത്മാവിനാൽ നയിക്കണം. ജഡിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ആത്മാവിൻ്റെ നിയമത്തിന് കീഴ്പ്പെടാൻ പറ്റില്ല. ഇപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ ചിലരുടെയൊക്കെ മനസ്സ് അങ്ങനെയാണ്. ഈ ചില തിന്മകളൊക്കെ കണ്ട്, അശ്ലീലമായതൊക്കെ കണ്ട് നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാൻ പ്രയാസമാണ്. ഇന്ന് അങ്ങനെയുള്ള ചിന്തയുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മൾ കേട്ടത് ഇപ്പം ചാറ്റിങ്ങാ, എന്തൊക്കെ തിന്മകളാ അതിലൂടെ വരുന്നേ. ആരും അറിയുന്നില്ല. അപ്പൻ്റെ അമ്മയുടെ കൂടെ താമസിക്കുന്ന മോനും മോളും സ്നേഹിക്കുന്ന പ്രേമിക്കുന്ന ബന്ധങ്ങൾക്ക് ചാറ്റിംഗ് നടത്തുന്നത് ഇതുങ്ങളൊന്നും അറിയില്ല. പാവങ്ങള്. മോൻ നല്ല വിശുദ്ധനാ, മോള് നല്ല വിശുദ്ധയാ എന്നൊക്കെ പറഞ്ഞ് അവർ ആഗ്രഹിച്ചും സ്വപ്നം കണ്ടും കൊണ്ട് നടന്നിട്ട് പിള്ളേര് പലതിലും വീണ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ല, എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, ഞാൻ അവരുടെ കൂടെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുമ്പോഴാണ് അപ്പനും അമ്മയും അറിയാം. ഇന്ന് കുറെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തിന്മകള് ഈ മദ്യത്തിലും മയക്കുമരുന്നിലും സ്റ്റാർട്ടിങ് വീഴുന്നതൊന്നുമല്ല. സ്വയംഭോഗം, സ്വവർഗഭോഗം, സ്വയം ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിട്ട് പരിശുദ്ധാത്മാവിന്റെ ആലയമായി എൻ്റെ ശരീരത്തെ തിന്മ ചിന്തിച്ച് തിന്മയിലേക്ക് നയിച്ച് പാപത്തിന്റെ ചിന്ത വെച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പാപത്തിലേക്ക് വീണ് നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ നമ്മൾ നശിപ്പിക്കുന്നുണ്ട് എൻ്റെ പൊന്നുമക്കളെ. അതുപോലെ ആൺകുട്ടികളുമായിട്ടുള്ള പാപം, സെക്ച്വൽ പാപത്തിലേക്ക് വീണ് നമ്മുടെ ജീവിതം നശിപ്പിക്കുക. പെൺകുട്ടികളുമായിട്ട് നന്നായി പഠിച്ചിരുന്ന ഒരു പൊന്നുമോൻ പിന്നെ പഠിക്കുന്നില്ല, നന്നായി പഠിച്ചിരുന്ന ഒരു പൊന്നുമോള് പിന്നെ പഠിക്കുന്നില്ല. ആരൊക്കെയോ അവളുടെ ഉള്ളിൽ കയറിക്കൂടി, ആരൊക്കെയോ ഇവന്റെ ജീവിതത്തെ തിന്മയിലേക്ക് നയിച്ചു. അപ്പൊ നമ്മൾ ഈ തിന്മ കണ്ടും കേട്ടും സംസാരിച്ചും ഒക്കെ നടക്കുമ്പോ നമ്മുടെ ഉള്ളിൽ ജഡികതയായിരിക്കും വളരുക. ജ്ഞാനത്തിന്റെ പുസ്തകത്തില് 4-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: തിന്മയുടെ വശീകരണ ശക്തിയാൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു, ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു എന്ന്. ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ അത് നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിപ്പിക്കുക. തിന്മയുടെ വശീകരണ ശക്തിയാൽ നന്മയ്ക്ക് മങ്ങലേൽക്കുക. തിന്മയുടെ വശീകരണ ശക്തി, അട്രാക്ഷൻ കൂടുതൽ തിന്മയ്ക്കാ, നന്മയ്ക്കല്ല അട്രാക്ഷൻ കൂടുതൽ. തിന്മയിലേക്ക് വീഴാൻ പെട്ടെന്ന് സാധ്യതയുണ്ട്, തിന്മയിലേക്ക് നമ്മൾ വീഴ്ത്താൻ പെട്ടെന്ന് സാധ്യതയുണ്ട്.
നന്മയിലേക്ക് വീഴ്ത്താനും നന്മ ചെയ്യിപ്പിക്കാനും കുറെ ബുദ്ധിമുട്ടാ. ഇപ്പൊ ഒരു കൗൺസിലിങ്ങിൽ തന്നെ, ഒരു ഷെയറിങ്ങിൽ തന്നെ, സ്പിരിച്വൽ ഷെയറിംഗ് എന്നാ ഇപ്പൊ പേര് പറയുന്നത് കൗൺസിലിങ്ങിനെ. അപ്പൊ ആ സ്പിരിച്വൽ ധ്യാനത്തിന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള കൗൺസിലിംഗ്, അപ്പൊ അതില് തന്നെ ഒരാളെ ഒന്ന് വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാനോ പാപം ഉപേക്ഷിക്കാൻ പറയാനോ ഒന്ന് നന്നായിട്ട് ജീവിക്കാൻ പറയാനോ എത്ര സമയം എടുക്കണ്ടേ? എത്ര ദിവസങ്ങളാ വേണ്ടത്? എത്ര നാളുകൾ, എത്ര വർഷങ്ങളാ ആളെ ഒന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ കൊണ്ടു നടന്നാലേ വിശുദ്ധിയിൽ ജീവിക്കൂ. അതേസമയം 2 ദിവസം കൊണ്ട്, ഒറ്റ ദിവസം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് തിന്മയിലേക്ക് വീഴാൻ പറ്റും. ഒരു ആൺകുട്ടി വന്ന് വേദന പങ്കുവെച്ചതാ, എനിക്ക് പെൺകുട്ടികളുടെ അടുത്ത് ചെല്ലുമ്പോ പെട്ടെന്ന് സെക്ഷൽ ഫീലിങ്സ് വരിക. ആൺകുട്ടികളുടെ അടുത്തൊന്ന് ചെന്നു, പെൺകുട്ടികളുടെ അടുത്തൊന്ന് ചെന്നു, അവരോടൊന്ന് മിണ്ടി, അവരോടൊന്ന് പറഞ്ഞു, ഒന്ന് അടുത്ത് ചെല്ലുമ്പോ സെക്ഷൽ ഫീലിങ്സ്. അച്ഛനാകാൻ പോകാൻ ആഗ്രഹിക്കുന്ന പയ്യനാ, അമ്മയുടെ അപ്പന്റെ മുൻപിൽ നല്ലൊരു പൊന്നുമോനാ. ഞാൻ പറഞ്ഞു, മോനെ, അങ്ങനെ ഒരു ആഗ്രഹവും സെക്ഷൽ ഫീലിങ്സ് അതൊക്കെ നമ്മുടെ ഉള്ളിൽ ആ വികാരമൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട് ദൈവം. പക്ഷെ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഫീലിങ്സ്, തെറ്റായ ഒരു ഫീലിങ്സ് വരുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഉള്ളിൽ തിന്മ കണ്ടിട്ടോ തിന്മ കേട്ടിട്ടോ തിന്മ സംസാരിച്ചിട്ടോ ഉള്ളിൽ ഒരു ജഡികത വർദ്ധിച്ചിട്ടുണ്ട്. അത് എൻ്റെ മോൻ ഈശോയ്ക്ക് സമർപ്പിച്ച് തിരുരക്തം കൊണ്ട് കഴുകി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആത്മാവിന്റെ നിറവോടുകൂടി നല്ലൊരു പൊന്നുമോനായി ജീവിക്കാൻ നിനക്ക് പറ്റും. വൈദികനാകാൻ പോകാൻ പറ്റും. വൈദികനാകാൻ പോകുമ്പോ ഇങ്ങനെയൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു കൃപ വേണം. കാരണം ബ്രഹ്മചര്യം അനുഷ്ഠിക്കാനുള്ളതാ, തിന്മയിലേക്ക് വീഴാനുള്ളതല്ല, വിശുദ്ധിയിൽ ജീവിക്കാനുള്ളതാ. നല്ലൊരു അഭിഷിക്തൻ. ഇന്ന് ഇതിനിടയിൽ ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ഒത്തിരി ഇഷ്ടമായി അത്. എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മോൻ അച്ഛനാകാൻ പോയിരിക്കുകയാണ്, എൻ്റെ മോൻ നല്ലൊരു അഭിഷിക്തനാകാൻ, വിശുദ്ധിയിലുള്ള അഭിഷേകം നിറഞ്ഞൊരു അഭിഷിക്തനാകാൻ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, അത് ഞാൻ പ്രാർത്ഥിക്കാം. ഓരോ അമ്മമാരും ഓരോ അപ്പന്മാരും ഇങ്ങനെ ആഗ്രഹിക്കണം. അതിനുവേണ്ടി നമ്മളെയും സമർപ്പിക്കണം. അപ്പനും അമ്മയും വിശുദ്ധി ഇല്ലെങ്കിൽ അച്ഛനാവാൻ പോയ മോനൊക്കെ തിരിച്ചു വരും. അപ്പനും അമ്മയും കൃപയില്ലെങ്കിൽ അഭിഷിക്തയാകാൻ പോയിരിക്കുന്ന സിസ്റ്ററൊക്കെ തിരിച്ചു വരും. അപ്പൊ അപ്പനും അമ്മയും കുടുംബത്തിൽ നല്ല മക്കൾക്ക് ജന്മം കൊടുത്ത് നല്ല മക്കളാക്കി വളർത്തി, അതിന് കുറെ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മളെ സഹായിക്കും, പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ആരാ സഹായിക്കുക? പരിശുദ്ധാത്മാവ്. യോഹന്നാന്റെ സുവിശേഷത്തില് 14-ാമത്തെ അധ്യായത്തില് 16-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു സഹായകൻ. ആരായി മറ്റൊരു സഹായകൻ? ഈശോ പറയും, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. കാരണം ഈശോ പറഞ്ഞു, ലോക അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, പിതാവിനോട് പ്രാർത്ഥിക്കും, പിതാവിനോട് പറയും, എൻ്റെ ഈ മോന്റെ കൂടെ, എൻ്റെ ഈ മോളുടെ കൂടെ എപ്പോഴും അവളെ സഹായിക്കാൻ, എപ്പോഴും അവനെ സഹായിക്കാൻ, അവൻ വിശുദ്ധിയിൽ അവനെ കാത്തു സൂക്ഷിക്കാൻ, പാപത്തിലേക്ക് വീഴാതിരിക്കാൻ, ദുഃഖത്തിലേക്ക് പോകാതിരിക്കാൻ, ജഡികതയിലേക്ക് പോകാതിരിക്കാൻ, വിശുദ്ധിയിലും കൃപയിലും ജീവിക്കാൻ അവനെ എപ്പോഴും സഹായിക്കണം. പഠിക്കാൻ അവരെ സഹായിക്കണം. ടെസ്റ്റിന് പോകുമ്പോ, ഇന്റർവ്യൂവിന് പോകുമ്പോ അവരെ സഹായിക്കണം. ഒരു ജോലിയുടെ ഇന്റർവ്യൂവിന് പോവുക, അല്ലെങ്കിൽ PSC ടെസ്റ്റ് എഴുതുക, അല്ലെങ്കിൽ ILTC കോഴ്സിന് പോയിട്ട് ടെസ്റ്റിന് പോവുക. എന്ത് ജോലി, എന്താവശ്യങ്ങൾ എന്തുണ്ടോ, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് അവിടുന്ന് നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒരു കരമുയർത്തി നന്ദി പറഞ്ഞ് ഇപ്പൊ തന്നെ സഹായകൻ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒറ്റയ്ക്കിരിക്കുമ്പോ ചിലപ്പോ ചിന്തകൾ വരും, ഭയം വരും, അസ്വസ്ഥതകൾ വരും, ദുഃഖം വരും. ഈ സഹായകൻ കൂടെയുണ്ടെങ്കിലോ, എൻ്റെ മോൻ പേടിക്കണ്ട, എൻ്റെ മോള് വിഷമിക്കണ്ട, നീ നിന്റെ മക്കളെ ഓർത്ത് വേദനിക്കണ്ട, നീ നിന്റെ കടബാധ്യതയോർത്ത് ദുഃഖിക്കണ്ട, നീ നിന്റെ കുടുംബത്തെ ഓർത്ത് അസ്വസ്ഥപ്പെടണ്ട,
ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കാൻ ഒരു സഹായകനെ തന്നിട്ടുണ്ട്. ഈശോ പറയാണ്, ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, എന്നാൽ നിങ്ങൾക്കതിന് സാധിക്കും. കാരണം നിങ്ങൾ അവനെ കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എപ്പോഴാ ഈ സഹായകനെ നമുക്ക് തന്നിരിക്കുന്നത്? എപ്പോഴാ? പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. മാമോദീസയിലൂടെ, ജ്ഞാനസ്നാനത്തിലൂടെ ഈ പരിശുദ്ധാത്മാവിനെ അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോൾ അമ്മയിലൂടെ കിട്ടിയ എന്തെങ്കിലും അസ്വസ്ഥതകള്, ഉത്ഭവ പാപം. ഇന്ന് അമലോത്ഭവ തിരുനാളാ മാതാവിന്റെ. അറിയോ നിങ്ങൾക്ക്? ഉത്ഭവ പാപം പോലും ഇല്ലാത്തവളാണ് അമലോത്ഭവം. അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ. അപ്പൊ നമ്മളൊക്കെ ഉത്ഭവ പാപം ഉണ്ട്. കാരണം നമ്മുടെ അപ്പനും അമ്മയൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ട്. അവര് മനസ്സിൽ ദുഃഖം ഒതുക്കുന്നുണ്ട്, വേദന ഒതുക്കുന്നുണ്ട്, പാപം ഒതുക്കുന്നുണ്ട്, വൈരാഗ്യം ഒതുക്കുന്നുണ്ട്, അസ്വസ്ഥതകൾ ഒതുക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുമ്പോൾ അമ്മയിലൂടെ എല്ലാ വികാരങ്ങളും കുഞ്ഞിന് കിട്ടി. ഇപ്പൊ ചില അപ്പനമ്മമാർക്ക് അറിയില്ല, എൻ്റെ മോന്റെ പ്രായപൂർത്തിയായി, എൻ്റെ മോന്റെ 10th വന്നു, +1 +2, ഇപ്പൊ അവൻ വഴി തെറ്റിപ്പോയി തുടങ്ങി, ഒച്ച എടുത്ത് തുടങ്ങി, ദേഷ്യപ്പെട്ട് തുടങ്ങി, ഇപ്പൊ അനുസരണ ഇല്ലാതായി തുടങ്ങി. ഇപ്പൊ എൻ്റെ മോള് ആ ചെറുക്കനെ നോക്കാൻ തുടങ്ങി, ഇപ്പൊ എന്നോട് ദേഷ്യപ്പെടുക, അവള് പഠിക്കുന്നില്ല, മിടുക്കിയായിരുന്നു. കാരണം എന്താണെന്നറിയോ? അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ ജനിക്കുന്നത് വരെ അമ്മയിലൂടെ കിട്ടിയ എല്ലാം ഉള്ളിക്കിടപ്പുണ്ട്. അപ്പനിലൂടെ കിട്ടിയതെല്ലാം ഉള്ളിൽ കിടപ്പുണ്ട്. ആവശ്യമില്ലാത്തതാണ് അമ്മയിലൂടെ അപ്പനിലൂടെ കിട്ടിയതെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ ഉള്ളിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന പ്രായമായ അപ്പന്റെ അമ്മയുടെ ഉള്ളിലുണ്ട്. കിട്ടേണ്ടത് സ്നേഹം, അംഗീകാരം, സുരക്ഷിതത്വം, സംരക്ഷണം. അപ്പനിലൂടെ അമ്മയിലൂടെ ഈ കുഞ്ഞിന് സ്നേഹം കിട്ടണം. അവരുടെ സ്നേഹം കിട്ടിയാൽ പോരാ, ദൈവസ്നേഹം കിട്ടണം. അപ്പൊ ദൈവസ്നേഹം അവരിലൂടെ കിട്ടണം, ദൈവകൃപ അവരിലൂടെ കിട്ടണം. ദൈവകൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഗ്രേസ്, അനുഗ്രഹം, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, ത്രിത്വൈക ദൈവത്തിൽ ഒരാൾ പരിശുദ്ധാത്മാവ് അപ്പനിലൂടെ അമ്മയിലൂടെ കൃപയായി, ഗ്രേസായി ഈ കുഞ്ഞിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞ് ഗർഭത്തിൽ വെച്ച് തന്നെ കൃപയുള്ള കുഞ്ഞായി മാറും. പ്രൈസ് ദി ലോർഡ്. ഈ അപ്പനും അമ്മയും ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഈ കുഞ്ഞ് ദൈവസ്നേഹം നിറഞ്ഞ കുഞ്ഞാകും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജനിക്കുന്നത് വരെ ഈ കുഞ്ഞിന് അപ്പനിലൂടെ അമ്മയിലൂടെ ഈ സംരക്ഷണ സുരക്ഷിതത്വം വേണ്ട എന്ന് ചിന്തിക്കരുത്. ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞ് ആണാകണേ പെണ്ണാകണേ എന്ന് പ്രാർത്ഥിക്കരുത്. ദൈവം ഏത് കുഞ്ഞിനെ ഗർഭത്തിൽ നിക്ഷേപിച്ച് ആ കുഞ്ഞ് വളരട്ടെ. ഈശോയുടെ ഒരു പൊന്നുമോൻ പൊന്നുമോള് ഈശോയുടെ മക്കളാകാൻ, കൃപ നിറഞ്ഞ ഉണ്ണിയാകാൻ, കൃപ നിറഞ്ഞ കുഞ്ഞാകാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇനി ഗർഭിണിയാകാനുള്ളവര്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതുവരെയുള്ളവര് ചെയ്യേണ്ടത്, ഇപ്പൊ എൻ്റെ ഉള്ളിലെ ആ വിശുദ്ധിയില്ലായ്മയും അപ്പനിലൂടെ അമ്മയിലൂടെ കിട്ടിയതെല്ലാം കർത്താവേ നീ തിരുരക്തം കൊണ്ട് കഴുകി കളയണമേ എന്ന് പ്രാർത്ഥിക്കണം. നിന്റെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോഴാ നമ്മുടെ ജഡികതയൊക്കെ മാറി ആത്മീയ മനുഷ്യനായി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഒരു കരം ഉയർത്തിക്കേ. കർത്താവായ യേശുവേ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, അവിടുത്തെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, തിരുരക്തത്താൽ. എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ തന്നെ എനിക്ക് കിട്ടേണ്ട ദൈവിക സ്നേഹം എൻ്റെ അപ്പനിലൂടെ അമ്മയിലൂടെ കിട്ടാതെ പോയത് സൗഖ്യം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജനിച്ചു കഴിയുമ്പോ ശൈശവം, ആ കുഞ്ഞ് ആ കുഞ്ഞിന് 1, 2, 3, 4, 5 വയസ്സ് വരെ ഈ കുഞ്ഞിന് അമ്മയിലൂടെ സ്നേഹവും അംഗീകാരവും സംരക്ഷണം സുരക്ഷിതത്വം ഒക്കെ കിട്ടണം. ഈ അപ്പനിലൂടെ സ്നേഹം, അംഗീകാരം, സംരക്ഷണം, സുരക്ഷിതത്വം കിട്ടണം. 5 വയസ്സ് വരെയുള്ള കാലഘട്ടം പ്രധാന കാലഘട്ടമാണ്. ഒരു കുഞ്ഞ് അമ്മിഞ്ഞപ്പാല് കുടിക്കുമ്പോൾ കുഞ്ഞിന്റെ വയറ് നിറയെ മാത്രമല്ല, അമ്മയുടെ ആ സുരക്ഷിത വലയത്തില്, ഗർഭപാത്രം ഒരു സുരക്ഷിത വലയമായിരുന്നു. അപ്പൊ ആ കയ്യിൽ കിടന്ന് അമ്മയുടെ ചൂടുള്ള ആ സ്പർശനവും ആ സ്നേഹവും അനുഭവിക്കുമ്പോ ആ കുഞ്ഞിന്റെ വയറ് നിറയെ മാത്രമല്ല, ആ കുഞ്ഞിന്റെ മനസ്സ് നിറയുക കൂടിയാ ചെയ്യുന്നേ. ആ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹം അമ്മയിലൂടെ, ദയാ കരുണ നിറഞ്ഞ സ്നേഹം ആ കുഞ്ഞിന് കിട്ടും. പ്രൈസ് ദി ലോർഡ്.
ഇത് കിട്ടാത്ത കുഞ്ഞുങ്ങളാണ്. അതുപോലെ അപ്പന്റെ സ്നേഹം ദൃഢമായ സുരക്ഷിതത്വം തരുന്ന സ്നേഹമാണ്. അമ്മയുടെ സ്നേഹം ദയാകരുണ നിറഞ്ഞ സ്നേഹമാണെങ്കിൽ അപ്പന്റെ സുരക്ഷിതത്വം നിറഞ്ഞ സ്നേഹമാണ്. ഇത് കുഞ്ഞിന് കിട്ടിയില്ലെങ്കിൽ സുരക്ഷിതത്വം ഉണ്ടാവില്ല, സംരക്ഷണം ഉണ്ടെന്ന് തോന്നുന്നില്ല, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയാ, എനിക്ക് ഒന്നുമില്ല, എനിക്ക് കഴിവില്ല, അതില്ല, ഇതിൽ അപകർഷതാബോധം ഉണ്ടാവും. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആയി മാറും. അപകർഷതാബോധമുള്ള ആള് വലിയ ആളായി മാറും. ഞാൻ ചെയ്താലേ ശരി, ഞാനെല്ലാം ശരി, അപ്പനറിയില്ല, അമ്മയ്ക്കറിയില്ല, എനിക്കറിയാം. അതുപോലെ അപ്പനാണെങ്കിൽ ഞാനാ ഈ കുടുംബത്തിന്റെ അല്ലേ, എനിക്ക് അറിയൂ. അമ്മയാണെങ്കിൽ നിങ്ങൾ അവിടെ മിണ്ടാതിരി മനുഷ്യ, ഞാൻ ചെയ്തോളാം, എനിക്ക് അറിയൂ. അങ്ങനെ എല്ലാരെയും ഇങ്ങനെ തട്ടിയിട്ട് മേലെ കയറി നിൽക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെയൊക്കെ കൃപ നിറയണം കേട്ടോ. ഇപ്പൊ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആവശ്യമില്ലാത്തതെല്ലാം പോകും, ആവശ്യമുള്ളതെല്ലാം നിറയും. അതിനു വേണ്ടി നിനക്കൊരു സഹായകനെ വേണം. നിനക്കിപ്പോ ക്ഷമിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ചില സബ്ജക്റ്റ് ഒക്കെ നിനക്ക് ബുദ്ധിമുട്ടാ, ചില സബ്ജക്റ്റ് എത്ര പഠിച്ചാലും ഓർമ്മ വരുന്നില്ല, പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. പൊന്നു മക്കളെ, പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പഠിച്ചോ, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. നിങ്ങളുടെ ആവശ്യമില്ലാത്തതൊക്കെ ഉള്ളിൽ നിന്ന് പോകണം. കാരണം ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ തിന്മകള്, ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന തിന്മകളുടെ ഇടയിലേക്ക് ഈ സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞ് അത് ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ അവിടെ സമയമില്ലാതെ വരുമ്പോൾ ഉള്ളിലുള്ളതല്ല പോകുക, ഈ പുതിയത് കയറിക്കൊണ്ടിരിക്കുന്നതാ തിരിച്ചു വരിക, അതാ പോകുക. അപ്പൊ അത് പോകുമ്പോ പഠിച്ചത് ഓർമ്മയുണ്ടാവില്ല, പരീക്ഷയുടെ സമയത്ത് പരീക്ഷ എഴുതാൻ പറ്റില്ല, നല്ല മാർക്ക് കിട്ടില്ല. ഇപ്പൊ ടെസ്റ്റിനാ പോയതെങ്കിൽ അവിടെ ചെല്ലുമ്പോ ഓർമ്മയില്ല, ഇന്റർവ്യൂവിന് പോയതെങ്കിൽ എന്താ പറയാ, എങ്ങനെ പറയാ അറിയില്ല. അതേസമയം നിങ്ങൾ പ്രമുഖന്മാരുടെ മുൻപില്, രാജാക്കന്മാരുടെ മുൻപില്, പുരോഹിതന്മാരുടെ മുൻപില് നിങ്ങൾ നിൽക്കുമ്പോൾ എന്തു പറയണം, എങ്ങനെ പറയണമെന്ന് നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. പരിശുദ്ധാത്മാവ് ആ സമയത്ത് നിങ്ങളെ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേണോ പരിശുദ്ധാത്മാവിന്? വേണോ? ചോദിക്കണം. ആരോട് ചോദിക്കണം? കർത്താവിനോട് ചോദിക്കണം. ഇപ്പൊ ഇവിടെ കുറെ പേര് ഒറ്റപ്പെട്ടിരിക്കുന്നുണ്ട്. കർത്താവ് പറയാ, യോഹന്നാന്റെ സുവിശേഷം തന്നെ 14-ാമത്തെ അധ്യായത്തിൽ തന്നെ 18-ാമത്തെ തിരുവചനത്തിൽ, ഞാൻ നിങ്ങളെ അനാഥരായി വിടില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടില്ല. ഇവിടെ അനാഥത്വം പേറി കുറെ പേര് ഇരിപ്പുണ്ട്. അനാഥരെന്ന് പറഞ്ഞ ആരും ഇല്ലാത്തോര്. നമുക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഈ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നിട്ട് ഭാര്യ പറയും എനിക്ക് ആരുമില്ല, ഭർത്താവ് പറയും എടിയ എനിക്ക് ആരുമില്ല, അപ്പനും അമ്മയുള്ള മക്കള് പറയും എനിക്ക് ആരുമില്ല. അനാഥത്വം പേറി നടക്ക. അപ്പനും അമ്മയും പറയാം മക്കളുണ്ട്, എല്ലാരും ഉണ്ട്, എനിക്ക് ആരുമില്ല. എന്തുകൊണ്ടാ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിറയാത്തത് കൊണ്ട്, നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്ന് തോന്നുന്നത് കൊണ്ട്, നിങ്ങളെ ശക്തിപ്പെടുത്താൻ ആരുമില്ല എന്ന് തോന്നുന്നത് കൊണ്ട്, നിങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് തോന്നുന്നത് കൊണ്ട്, നിങ്ങളുടെ വേദന അറിയാൻ, ദുഃഖമറിയാൻ, ഹൃദയം തുറന്നൊന്ന് പങ്കുവെക്കാൻ ആരുമില്ല എന്ന് തോന്നുന്നത് കൊണ്ട് നിങ്ങൾ പറയാ ഞാൻ അനാഥയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ ഓർത്തിരുന്നോ, സഹായകനെ തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ഉത്ഭവപാപം മാറ്റി സഭയിലെ അംഗമാക്കി, തൈലം പൂശി, കൃപയുടെ നിറവ് നൽകി, എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ച് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉത്ഭവപാപം മാറ്റി നമ്മുടെ ഉള്ളിൽ കൃപ നിറച്ചു ഇല്ലേ? മാമോദീസായിലൂടെ വന്നില്ലേ എല്ലാരും? സ്ഥൈര്യലേപനത്തിലൂടെ വന്നില്ലേ? അതുപോലെ തന്നെ ആദ്യ കുർബാന സ്വീകരണത്തിന് ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാ പാപങ്ങളും ദൈവത്തിന്റെ പ്രതിപുരുഷനായ വൈദികനിലൂടെ ഏറ്റുപറഞ്ഞപ്പോൾ പിതാവായ ദൈവം എല്ലാ പാപവും ഏറ്റെടുത്ത് യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ നമുക്ക് വേണ്ടി തന്ന ഈശോയുടെ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ എല്ലാ പാപങ്ങളെയും കഴുകി വിശുദ്ധീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. കുർബാന സ്വീകരിച്ചപ്പോൾ, ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നതാരാ?
ആരാ? കപ്പ്യാരോ? ആരാ വന്നത്? ഈശോ വന്നു. തൻ്റെ മാംസവും രക്തവും കീറി മുറിച്ച് നമുക്ക് തന്നിരിക്കുക. എൻ്റെ മോൻ നശിക്കരുത്, എൻ്റെ മോള് നശിക്കരുത്, അവര് ജീവിക്കണം, അവര് സമാധാനത്തോടെ ജീവിക്കണം, ഞാനുണ്ട് അവർക്ക്, അവര് ജീവിക്കണം. അതിനുവേണ്ടി കീറി മുറിച്ച് തന്ന ഈശോയുടെ ശരീരവും ഈശോയുടെ രക്തവുമാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വീകരിച്ചത്. ആ ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ജീവനോടെ പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തുതി. നമ്മളിപ്പോ ദൈവത്തിന് സ്തുതി എന്ന് പറയുമ്പോൾ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഇല്ല. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി എന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഇല്ല. ത്രിത്വൈക ദൈവത്തിന്റെ കൂട്ടായ്മ അവര്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവായി ദൈവം എവിടെയുണ്ടോ അവിടെ പുത്രനായി യേശു ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? പരിശുദ്ധാത്മാവായി ദൈവമുണ്ട്. പുത്രനായി യേശു ഉള്ളിടത്ത് ആരൊക്കെയുണ്ട്? പിതാവായി ദൈവമുണ്ട്, പരിശുദ്ധാത്മാവായി ദൈവമുണ്ട്. പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് ആരൊക്കെയുണ്ട്? പിതാവായി ദൈവമുണ്ട്, മമ്മൂട്ടി ഉണ്ടെന്ന. പുത്രനായ യേശു ഉണ്ട്. അപ്പൊ യേശു ഉള്ളിടത്ത് പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് പുത്രനുണ്ട്, പിതാവുണ്ട്. പിതാവ് ഉള്ളിടത്ത് പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ത്രിത്വൈക ദൈവത്തിന്റെ കൂട്ടായ്മ. അപ്പൊ ആ പരിശുദ്ധാത്മാവിന് വിളിക്കുമ്പോ ആരൊക്കെയുണ്ട് നമ്മുടെ കൂടെ? ത്രിത്വൈക ദൈവമുണ്ട്. രണ്ട് കൈ ഉയർത്തി ഒന്ന് വിളിച്ചേ നിങ്ങള്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയട്ടെ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? പശുവിനെ കറക്കുന്നവര് പറയും, കർത്താവേ ഇന്ന് നിറച്ച് പാല് തരണേ. റബ്ബർ ടാപ്പിങ്ങിന് പോയൊരു പാലെടുക്കുന്നവർ, കർത്താവ് ഇന്നലെ കിട്ടിയതിനേക്കാൾ ഒരു ഷീറ്റ് കൂടുതൽ കിട്ടണേ. പഠിക്കുന്നവര് എനിക്ക് കിട്ടിയ മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടണേ. ഇതല്ല ചോദിക്കേണ്ടത്. ലൂക്കായുടെ സുവിശേഷത്തില് 11-ാമത്തെ അധ്യായത്തില് 9 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഞാനിങ്ങനെ പറയാം, നിങ്ങൾ അത് ഫില്ല് ചെയ്യണം കേട്ടോ. ഫില്ലിങ് ഇൻ ദ ബ്ലാങ്ക്സ്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു. എന്താ ലഭിക്കുക? അയ്യേ കിട്ടുന്നില്ല. എന്താ ലഭിക്കുക? പരിശുദ്ധാത്മാവിനെ. പ്രൈസ് ദി ലോർഡ്. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. എന്നിട്ട് അപ്പന്മാരോട്, ചാച്ചന്മാരോട്, പപ്പമാരോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങളിൽ ഏതൊരു പിതാവാണ് തന്റെ മകൻ മീൻ ചോദിച്ചാൽ അതിന് പകരം പാമ്പിനെ കൊടുക്കുക? നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മുട്ട ചോദിച്ചാൽ അതിന് പകരം തേളിനെ കൊടുക്കുക? കൊടുക്കൂ പിതാക്കന്മാരെ? കൊടുക്കുവോ? ഇല്ല. ദുഷ്ടരായ നിങ്ങൾക്ക് പോലും, ദുഷ്ടരെന്ന് പറഞ്ഞ നമ്മുടെ തെറ്റും പാപം കണ്ടിട്ടൊന്നും അല്ല കേട്ടോ. ദൈവത്തെ മഹത്വപ്പെടുത്താതെ ലോകത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തി ദുഷ്ടനാ. ദുഷ്ടൻ പിശാച. അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്താത്ത വ്യക്തി ലോകത്തെ മഹത്വപ്പെടുത്തും. ലോകത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തി പിശാചിനെ മഹത്വപ്പെടുത്തുന്നേ. പിശാചിന് വേണ്ടി ജീവിക്കുന്ന, ദൈവത്തിന് വേണ്ടിയല്ല. ആത്മീയ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ഭൗതിക മനുഷ്യൻ, ജഡിക മനുഷ്യൻ പിശാചിന് വേണ്ടി ജീവിക്കുക. ഇവിടെ ഉണ്ട് അങ്ങനെ ചിലര്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ജഡികത മാത്രം താല്പര്യം. ടിവിയുടെ മുൻപിൽ മണിക്കൂറുകളോളം ഇരുന്നോളും. കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചുകൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടാത്തവർ പോലും ഉണ്ട്. കുർബാനയ്ക്ക് വന്ന് ഇങ്ങനെ ഒരു യാന്ത്രികമായിട്ട് ഇങ്ങനെ ചൊല്ലിപ്പോവുക, ഇങ്ങനെ നടന്നു പോവുക. കുർബാന സ്വീകരിക്കാത്തവരുണ്ട്. ഒന്ന് കുത്തിയിരുന്ന് ഒരു ബൈബിൾ, ഒരു അക്ഷരം, ഒരു ദിവസമെങ്കിലും ഒരു വചനം വായിക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ട്. ടിവിയുടെ മുൻപിലും മൊബൈലിന്റെ മുൻപിലും വാട്സപ്പ്, അതുപോലെ ഫേസ്ബുക്ക്, അത് ഇത് യൂട്യൂബ്, ഇതൊക്കെ മണിക്കൂറുകൾ കുത്തിയും തോണ്ടി മിരിക്കുമ്പോൾ അവരൊക്കെ തമ്പുരാൻ നോക്കുമ്പോ
എൻ്റെ മോൻ എന്നെ ഒന്നും നോക്കാൻ നേരമില്ല, വാട്സപ്പ് നോക്കാനേ നേരമുള്ളൂ. എൻ്റെ മോൾക്ക് എന്നെ ഒന്നും നോക്കാൻ നേരമില്ല. അവളിങ്ങനെ ആരും കാണാതിട്ട് തോണ്ടി തോണ്ടി കുത്തിയിരിക്കുക. ഇപ്പൊ പിന്നെ മക്കളുടെ കയ്യിലൊക്കെ അങ്ങനത്തെയാ, ടച്ച് എല്ലാവരുടെയും കയ്യില്. സ്നേഹമുള്ളവരെ, അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ തിന്മ കയറുക. പ്രൈസ് ദി ലോർഡ്. ജീവനോടെന്ന് പറഞ്ഞ് ദേഷ്യം വന്നോ? കല്ലെടുത്തെറിയോ എന്നെ? ഇല്ല. എങ്കിൽ സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നല്ല ജീവനോടെ ഒരു 3 ഹല്ലേലൂയ പറഞ്ഞേ, കൈ ഉയർത്തിയിട്ട്. മൂന്നാമത്തെ ഹല്ലേലൂയ കൂടുതൽ ഉഷാറാവണ്ടേന് അത് ജീവൻ പോയിക്കൊണ്ടിരിക്കുക. കാരണം നമുക്ക് പറ്റില്ല അങ്ങനെ പറയാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയാ, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്ക് പോലും അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകയില്ലേ? എന്താ നൽകുക? പരിശുദ്ധാത്മാവിനെ നൽകും. നമ്മുടെ മക്കൾക്ക് നല്ലത് വരണേന്നാ നമ്മൾ ആഗ്രഹിക്കുന്നേ. അതിനായി കഷ്ടപ്പെടുന്നേ, അതിനായി അധ്വാനിക്കുന്നേ. ഇവിടെ ഇരിക്കുന്ന കുറെ ചാച്ചന്മാര് മക്കൾ കഷ്ടപ്പെടാതിരിക്കാൻ, മക്കള് വിഷമിക്കാതിരിക്കാൻ, ഞാൻ കഷ്ടപ്പെട്ട പോലെ എൻ്റെ മോൻ കഷ്ടപ്പെടരുത്, എൻ്റെ മോള് വിഷമിക്കരുത്, അതിനു വേണ്ടി ഈ മരുഭൂമിയിലൊക്കെ പോയി ഒത്തിരി വേദനിച്ചും കഷ്ടപ്പെട്ടും ജീവിക്കുന്ന അപ്പന്മാരുണ്ട്. പോയി വന്ന് ഇവിടെ ഇരിക്കുന്നവരുണ്ട്. ഇപ്പൊ ഈ ടാപ്പിങ്ങിനും അതിനും ഇതിനും എപ്പോഴും ഈ പറമ്പിലും പാടത്തും അവിടെ ഇവിടെയൊക്കെ ഇവിടെ പാടല്ല അല്ലേ, പറമ്പുണ്ട് അല്ലേ, അത് എസ്റ്റേറ്റായി മാറി ഏക്കറക്കണക്കിനുള്ളത് കൊണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ഈ കിടന്ന് ഞാൻ താമസിച്ചത് ഒരു ബാബുച്ചായന്റെ വീട്ടിലാണ് കേട്ടോ. ഈ മനുഷ്യന്റെ മുഖം ഒന്നും കണ്ടിട്ടില്ല. കാരണം ഇത് ഇങ്ങനെ നേരം വെളുത്താവ് ഓടും, അവിടേക്ക് ഓടും, ഇവിടെയൊക്കെ ഓടും. അപ്പൊ ആ മോളിയാന്റെ അമ്മാമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, എവിടെ പോയി പപ്പ, എവിടെ പോയി പപ്പ? പപ്പാനെ കാണില്ല. പപ്പ തിരിഞ്ഞും പറഞ്ഞ് അതിലേ വന്ന് കയറും. പിന്നെ നോക്കുമ്പോ പപ്പ തിരിഞ്ഞും പറഞ്ഞ് ഇതിലേ വന്ന് കയറും. നല്ല ഊർജ്ജസ്വലനായി മനുഷ്യ ഓടി നടക്കുന്ന. കുറ്റല്ലാട്ടോ പറയുന്നേ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. ഞാൻ അതിന്റെ പോസിറ്റീവാണ് ഞാൻ പറയുന്നേ, നന്മയുടെ വശാ പറയുന്നേ. എപ്പോഴും ഓടി നടക്കുന്ന ഒരു മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. എന്താ ഇഷ്ടപ്പെട്ടില്ലേ ഒന്ന് പ്രൈസ് ദി ലോർഡ് പറഞ്ഞോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന കുറെ പേര് ഈ 4 ദിവസത്തിനുള്ളിൽ നല്ല കൃപയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാ മനസ്സിലാവുന്ന ഇങ്ങനെ സണ്ണി ആദ്യം ക്ലാസ് എടുത്ത് പറഞ്ഞു അത് ഏതാണ്ട് ആരാണ്ടൊക്കെ പറഞ്ഞിട്ട് പറയുന്നതാന്ന്. അല്ല, പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചിട്ട് പറഞ്ഞതാ. പരിശുദ്ധാത്മാവ് പറയാൻ പറഞ്ഞത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കൽ ഒരു പള്ളിയില് ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ ക്ഷമയുടെ ക്ലാസ്, ഇവിടെ സമയം കിട്ടിയില്ല, ക്ഷമയുടെ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഒരു ഇടവകയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. അത് വലിയ കൺവെൻഷനാ. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു അപ്പനും അമ്മയും വേദനിച്ച് വിഷമിച്ച് കുടിലില്, ഒരു ഓലക്കുടിലില് ഷെഡില് താമസിക്കുന്ന ഒരു മോന്റെ കൂടിയാണ് അപ്പനും അമ്മയും. ഇപ്പുറത്ത് ആ മോൻ വലിയ കെട്ടിടം ഉണ്ടാക്കി, ഈ മോൻ വലിയ വീടുണ്ടാക്കി, മറ്റേ മോൻ വലിയ വീടുണ്ടാക്കി. 9 പേർക്കും നല്ല സൗകര്യം, 10ാമത്തെ ആൾക്ക് ഒരു സൗകര്യമില്ല. ആ പാവത്തിന്റെ വീട്ടിലാ ഈ അമ്മയും അപ്പനും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ സ്നേഹിക്കണം, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ക്ഷമിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം. മറ്റൊരു സ്ഥലത്തെ അനുഭവം പങ്കുവെച്ച് ക്ലാസ് കഴിഞ്ഞ് ഊണ് കഴിക്കാൻ വന്നപ്പോ അച്ഛന്റെ പേര് ഞാൻ പറയട്ടെ, ജോബി പള്ളിപ്പറമ്പിൽ. ഇപ്പൊ പിതാവായിരിക്കും അദ്ദേഹം ഉണ്ടായിരുന്നൊരു സ്ഥലത്താ. ഞങ്ങളിങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഊണ് കഴിക്കാൻ വന്നപ്പോ ഒരു കൈക്കാരൻ വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, ഇത് ശരിയായില്ലേ അച്ഛാ? അപ്പൊ ചോദിച്ചു, എന്ത് പറ്റി? അല്ല സിസ്റ്ററെ, ഞാനൊന്നും അല്ലാട്ടോ ഇതിൽ കാരണം, എനിക്കൊന്നും അറിയില്ലാട്ടോ സിസ്റ്ററെ. അദ്ദേഹം ഇങ്ങനെ പറയും. ഞാൻ ഞെട്ടിപ്പോയി, എന്താ പറ്റിയേ? ഉടനെ അച്ഛൻ അവിടെ ഇരുന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, ജെസ്സിക്കൊന്നും അറിയില്ല, ജെസ്സിക്കൊന്നും അറിയില്ല. ജെസ്സി ദൈവം തോന്നിപ്പിച്ചത് പറഞ്ഞതാ. ഇവിടുത്തെ ഒരു പ്രശ്നവും ജെസ്സിക്ക് അറിയില്ല. ആദ്യമായിട്ട് വന്ന് ഇടവകയാ. സ്നേഹമുള്ളവര്, ആദ്യമായിട്ട് വന്ന് ഇടവകയാ. എനിക്ക് ഇത് പെടാറ് ഇന്ന് സണ്ണിക്ക് പെട്ടു. കാരണം പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചത് പറയാതിരിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ജീവനോട് പറഞ്ഞ. അപ്പൊ നിങ്ങൾ മങ്ങിപ്പോയിട്ടോ. ഒന്ന് ജീവനോട് പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഞാൻ ചോദിക്കാം, അച്ഛൻ എന്ത് പറ്റിയെന്ന്. അല്ല ജെസ്സിയെ, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ജെസ്സി പറഞ്ഞൊരു അനുഭവം.
എന്നിട്ട് അച്ഛൻ പറഞ്ഞു, തമ്പുരാൻ പറഞ്ഞതാടോ തന്നോട്, വേണമെങ്കിൽ താൻ കേട്ടോ. അപ്പൊ എന്നോട് ആ കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷെ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവ് അവിടെ സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നു. പിറ്റേ ദിവസം ധ്യാനം കൂടാൻ വരുമ്പോ, ധ്യാനം തുടങ്ങിയിട്ടില്ല, കുർബാന തുടങ്ങിയിട്ടില്ല, അതിനു മുൻപ് ഈ 10 പേരും, കാരണം ഇദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, ആ സിസ്റ്റർ പറഞ്ഞത് പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചിട്ടാണെന്നാ. ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുക, നിങ്ങളോട് മാപ്പ് ചോദിക്കുക. അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ 10 പേരും ഒരുമിച്ച് വന്നിട്ട് അച്ഛന്റെ മുൻപിൽ അന്ന് വരെ തീർക്കാൻ പറ്റാത്ത വഴക്ക് അന്ന് പരിശുദ്ധാത്മാവ് തീർത്തു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് തീർത്തു കൊടുത്തു. 10 പേരും ഒരുമിച്ച് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ പിടിച്ചും കാല് പിടിച്ചൊക്കെ മാപ്പ് ചോദിപ്പിച്ചിട്ട് ഏറ്റവും കഴിവുള്ള വലിയ വീട് പണിതിരിക്കുന്ന മകൻ പറഞ്ഞു, ഇന്നു മുതൽ അപ്പനെ അമ്മയെ ഞാൻ നോക്കിക്കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. എത്ര വർഷമായിന്നറിയോ ആ ചെറ്റക്കുടിയിൽ കിടന്ന് വിഷമിക്കുന്ന അപ്പനും അമ്മയും. ഇവിടെ ഇരിക്കുന്ന നമ്മള് അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം വേണം, അവർക്ക് നമ്മുടെ കുടുംബത്തിൽ സ്ഥാനം വേണം. നമ്മുടെ മക്കളുടെ മുൻപില് അപ്പനും അമ്മയ്ക്കും ഷുഗറാ, അപ്പനും അമ്മയും മുട്ട തിന്നണ്ട, അപ്പനും അമ്മയ്ക്ക് ഷുഗറാ, പാല് കുടിക്കണ്ട, ഷുഗറിന്റെ പേരും പറഞ്ഞ് മക്കളെ തീറ്റിപ്പോറ്റുമ്പോൾ നാളെ ഈ മക്കള് നമ്മളെ നോക്കാനുള്ളതാ. ഇന്ന് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് കണ്ടിട്ട്, ഇവരുടെ വയറ് നിറയ്ക്കുന്നത് കണ്ടിട്ട്, ഇവർക്ക് വായിൽ വെച്ച് കൊടുക്കുന്നത് കണ്ടിട്ട്, ഇവരെ സ്നേഹിക്കുന്നത് കണ്ടിട്ട്, ഇവരെ കൂട്ടിപ്പിടിച്ച് കൂടെ ഇരുത്തിയത് കണ്ടിട്ട്, ഏറ്റവും സ്ഥാനം കൊടുക്കുന്നത് കണ്ടിട്ട് മക്കള് എൻ്റെ അപ്പനും അമ്മയും അവരുടെ അപ്പനും അമ്മയും നോക്കിയിട്ടുണ്ട്, ഞാൻ എൻ്റെ പപ്പേനെ നോക്കും, ഞാൻ എൻ്റെ മമ്മീനെ നോക്കും എന്ന് പറഞ്ഞ് ചെയ്യാനുള്ള അനുഗ്രഹം മക്കൾക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോ നമ്മുടെ ഉള്ളിൽ ആത്മാവ് നിറയാം. പരിശുദ്ധാത്മാവ് നിറഞ്ഞാലേ നമുക്ക് ഇങ്ങനെയൊക്കെ കീഴ്പ്പെടാനും പ്രവർത്തിക്കാനും സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടില്ലേ? ഇല്ലേ? 3 നേരത്തിന് 4 നേരം 5 നേരം. ഞങ്ങളിപ്പോ ഇവിടെ വന്നിട്ടേ ഞാൻ വണ്ണം വെച്ചില്ലേ 4 ദിവസം കൊണ്ട്. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ തീറ്റിപ്പോറ്റിയിട്ട്, ഇവിടുത്തെ കൈക്കാരന്മാര് സംഘാടകര് അവരൊക്കെ തീറ്റിപ്പോറ്റിയിട്ട് ഓരോ വീടുകളിൽ പോയി തിന്നിട്ട്, അതുപോലെ ആ വീട്ടില് നേരം വെളുത്താ ചായ, പിന്നെ 7-8 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ്, ആ ഊണും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മോളിയാൻ്റെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടം 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 എന്നും പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരിക. വണ്ണം വെച്ചില്ലേ ഞാൻ? അപ്പൊ 4-നും 5-നും ഒക്കെ നേരം നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണം എത്ര പ്രാവശ്യം കൊടുക്കുന്നുണ്ട്? ആത്മാവിന് എത്ര പ്രാവശ്യം ഭക്ഷണം കൊടുക്കുന്നുണ്ട്? ആത്മാവ് ഇങ്ങനെ ശുഷ്കിച്ചുകൊണ്ടിരിക്കുക, ശരീരം ഇങ്ങനെ കൊഴുത്ത് തടിച്ചുകൊണ്ടിരിക്കുക. കണ്ടില്ലേ എന്നെ? പ്രൈസ് ദി ലോർഡ്. പണ്ട് ഞാൻ ഒരു സ്കെൽറ്റൻ ആയിരുന്നു. കുറെ മെഴുതിരി കത്തിച്ചിട്ടുണ്ട് വണ്ണം വെക്കാൻ വേണ്ടി, കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ട് നൊവേനകൾക്ക് വണ്ണം വെക്കാൻ വേണ്ടി. എവിടെ പോയാലും പുണ്യാളന്മാരോട് പ്രാർത്ഥിക്കും ഇച്ചിരി വണ്ണം തരണേന്ന്. അതുപോലെ എന്നെ സ്നേഹം ഉണ്ടാവണമെങ്കിൽ നല്ല വണ്ണം ഉണ്ടാവണം, നല്ല മുടി ഉണ്ടാവണം. ഒത്തിരി മുടി ഇങ്ങനെ കൊല പോലെ കിടന്നിരുന്ന മുടിയാ. പിന്നെ മുടി ചോദിച്ച് മുടി കേറി വന്നതല്ലാതെ ഇറങ്ങി വന്നില്ല. ചോദ്യമൊക്കെ നിർത്തിയിട്ട് പിന്നെ മുടിയൊന്നും വണ്ണമൊന്നും സൗന്ദര്യമൊന്നും ചോദിച്ചില്ല. പരിശുദ്ധാത്മാവേ എന്നെ നിറയണം. എന്നെ കർത്താവെ നീ തെരഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്ക് ഓടണം, എനിക്ക് നടക്കണം, എനിക്ക് എല്ലാവരെയും രക്ഷിക്കണം, എല്ലാവരെയും കൃപയിലേക്ക് നയിക്കണം. ഒരു ദിവസം പോലും കൃപയിൽ നിന്ന് അകലാൻ പാടില്ല. ഒരു ദിവസം പോലും തമ്പുരാന്റെ സ്നേഹത്തിൽ നിന്ന് അകലാൻ പാടില്ല. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് മക്കളില്ല എന്ന്? കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് കല്യാണം കഴിപ്പിച്ചു തന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോ എല്ലാരും ചോദിക്കുക, കല്യാണം കഴിഞ്ഞ അടുത്തപടി കുറെ ചേച്ചിമാരിങ്ങനെ വരിയായി നിർത്തിയിരിക്കുക കർത്താവ്. എന്തിനാന്നറിയോ? മക്കളില്ലാന്നെങ്ങാനും തോന്നി അതേ ചോദിക്കൂ. ജോലിയില്ലാത്തൊരു യുവാവിനോട് അതേ ചോദിക്കൂ. കല്യാണം കഴിയാത്തൊരു യുവാവിനോട് അത് മാത്രമേ ചോദിക്കൂ. ഏത് കാര്യം ഇവരുടെ ജീവിതത്തിൽ ഒരു കുറവ് അത് മാത്രം എടുത്തു കാട്ടുള്ളൂ. അപ്പൊ എന്നോട് കണ്ടവരൊക്കെ ചോദിച്ചു, കുഞ്ഞുങ്ങളില്ലേ? പണ്ട് എന്നെ ഉപദേശിച്ചിരുന്ന് കല്യാണം കഴിക്കണം, ഇത്ര നല്ല പെണ്ണ് കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെയാ. പിന്നെ എന്നോട് ചോദിക്കുന്നത് കുഞ്ഞുങ്ങളില്ലേ. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എല്ലാരും ചോദിക്കുന്നതാണ് എനിക്ക് കുഞ്ഞിനെ വേണം. ഈശോ പറഞ്ഞു, എല്ലാവരോടും അങ്ങനെ പറയില്ല കേട്ടോ.
ചിലരോട് മാത്രമേ പറയുള്ളൂ. എന്നോട് പറഞ്ഞു, നിനക്ക് കുഞ്ഞിനെ തന്നാൽ ശുശ്രൂഷ തടസ്സമാണ്, അതുകൊണ്ട് നിനക്ക് ഞാൻ തരുന്നില്ല. ഞാൻ പറഞ്ഞു, പറ്റില്ല, എനിക്ക് വേണം. മാതാവിന്റെ മുമ്പിലിരുന്ന് കൊന്ത ചൊല്ലിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് തരണം ഉണ്ണീനെ, എനിക്കൊരു കുഞ്ഞിനെ തരണം. 2 മാസമായപ്പോഴേക്കും ഞാൻ പ്രഗ്നന്റ് ആണെന്നറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടോടിക്കോളാം, ഞാൻ ശുശ്രൂഷയൊന്നും തടസ്സപ്പെടുത്തില്ല, ഞാൻ കൊണ്ടോടിക്കോളാം. ഞാൻ പ്രഗ്നന്റ് ആയിട്ടും ഡോക്ടറെ ഒന്നും കണ്ടില്ല. 3.5 മാസം ഓടി നടന്നു. ആ സമയത്ത് ഇവിടെയൊക്കെ ഞാൻ ഓടി നടന്നു. ഹരിപ്പാടൊക്കെ ആയിരുന്നു ആ സമയത്ത്. ഹരിപ്പാട് കുറെ സ്ഥലത്ത് ഓടി നടക്കുമായിരുന്നു വചനം പറയാനായിട്ട്. അവിടുത്തെ ധ്യാനം കഴിഞ്ഞ് ഇവിടെ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ ഓടി നടന്ന് 3.5 മാസമായിട്ട് ഞാൻ തിരിച്ചു പോയി. ഞാനൊരു ക്ലാസ് എടുക്കാൻ നിൽക്കുന്ന സമയത്ത്, പോട്ടാശ്രമത്തില് ക്ലാസ് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ദൈവം പ്രേരണ തന്നു, നീ ഡോക്ടറെ കണ്ടില്ല, ഡോക്ടറെ കാണാൻ. ഞാൻ അന്ന് വീട്ടിൽ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ചേട്ടാ ഡോക്ടറെ കാണാൻ ഈശോ പറഞ്ഞു, നമുക്ക് നാളെ പോകട്ടോ. പിറ്റേ ദിവസം പോയപ്പോൾ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കുറവ്, കുഞ്ഞിന്റെ വളർച്ച കുറവ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ച റെസ്റ്റ് ചെയ്യണം. എൻ്റെ മോളെ നീ എങ്ങനെയും ഓടിയേ, 2 ആഴ്ച റെസ്റ്റ് ചെയ്യണം, എന്നിട്ട് ഇമ്പ്രൂവ് ആണെങ്കിൽ നമുക്കത് നോക്കാം, ഇല്ലെങ്കിൽ DNC ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ 2 ആഴ്ച റെസ്റ്റ് എടുക്കാൻ നിന്ന് 1 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അത് അസ്വസ്ഥതയായി. ഹോസ്പിറ്റലിൽ ചെന്ന് 3.5 മാസമായി കുഞ്ഞിനെ. അത് മിസ്കരേജ് ആയി. DNCക്ക് വേണ്ടി അഡ്മിറ്റ് ആക്കിയ. ഞാൻ പറഞ്ഞു, കർത്താവേ, അത് DNC ഒക്കെ ചെയ്തു വരുമ്പോ അബോർഷനായി ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വരില്ലേ? അങ്ങനെ എനിക്ക് കളയണ്ട, എൻ്റെ ഗർഭത്തിലെ കുഞ്ഞ് എന്തായാലും ഞാൻ സ്വീകരിച്ചോളാം, തമ്പുരാനോട് പറഞ്ഞ് കൃപ നിറയാൻ. പക്ഷെ അത് മിസ്കരേജ് ആയി, അത് തന്നെ പോയി. അങ്ങനെ എൻ്റെ കുഞ്ഞ് ആദ്യത്തെ പോയി. 2ാമത്തെ പ്രാവശ്യം കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, കുഞ്ഞായിക്കോട്ടെ. ഞാൻ പ്രഗ്നന്റ് ആയി. ഞാൻ വീണ്ടും റെസ്റ്റ് എടുത്തു. അവസാനം വരെ ഞാൻ റെസ്റ്റ് എടുത്തു. അവസാനം എത്താറായിപ്പോ എല്ലാ ദിവസവും സമർപ്പിക്കുന്നുണ്ട്. ഒരു ദിവസം ഈശോ എൻ്റെ അടുത്ത് പറയാ, ഇതുവരെ നീ കൊണ്ട് നടന്നില്ല, ഇനി ഞാൻ കൊണ്ട് നടന്നോളാം. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും തരുന്നുണ്ടല്ലോ ഈശോയെ, അത് മതിയില്ലേ? പോരാ, ഇനി നീ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഇത് പറയല്ല, ഞാൻ TV കാണുന്ന പോലെ ഒരു വിഷൻ ഞാൻ കാണുക. എൻ്റെ കുഞ്ഞ് പുറത്ത് കിടക്കുന്നു, യൂട്രസില് ഫ്ലൂയിഡ് ഇല്ല, വെള്ളമില്ല, കുഞ്ഞ് പുറത്ത്. അത് വന്നിട്ടില്ല, ആയിട്ടില്ല. അതിനു മുൻപ് എനിക്ക് ഈശോ കാണിച്ചു തന്നു. എന്നിട്ട് ഈശോ പറഞ്ഞു, നീ ഇനി നോക്കണ്ട. പിറ്റേ ദിവസം അതുപോലെ സുഖമില്ലാതെയായി. ഹോസ്പിറ്റലിൽ പോയി, ഫ്ലൂയിഡ് പോയി, കുഞ്ഞിന് കിടക്കാൻ പറ്റിയില്ല. ഡെലിവറി കഴിഞ്ഞു, പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞ് നല്ല വലിയൊരു കുഞ്ഞാ, മോള്. കുഞ്ഞിനെ കർത്താവ് എടുത്തു. അപ്പൊ ഞാൻ ലേബർ റൂമിൽ കിടന്ന് ലേബർ പെയിൻ വന്നപ്പോ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, നീ പിന്നെന്തിനാ തന്നേ, പിന്നെ നീ എന്തിനാ എടുക്കുന്നേ? ഈശോ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ പറയ്, ഇതാ കർത്താവേ, അവിടുത്തെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന്. ഞാൻ അവിടെ കിടന്ന് നിന്റെ ഹിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ, ഇത് ദൈവത്തിന്റെ ഇഷ്ടമാ, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്നിൽ കൃപ നിറഞ്ഞു. യേശുക്രിസ്തു ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നു, രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. യേശുക്രിസ്തു പ്രാർത്ഥിച്ചത്, പിതാവായ ദൈവം ലോകത്തെ രക്ഷിക്കാൻ തന്റെ പൊന്നുമക്കളെ ഇതാ യേശുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവാ. ലോകത്തിന് വേണ്ടി മരിക്കാൻ പോവാ, ലോകത്തിന് വേണ്ടി എടുക്കാൻ പോകുക. യേശുക്രിസ്തു മാനുഷികമായ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു, പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. ഉടനെ തന്നെ തിരുത്തിയിട്ട് പറഞ്ഞെങ്കിലും എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന്. അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് ഗത്സമൻ തോട്ടത്തിലിരുന്ന് യേശു പറഞ്ഞ നിമിഷത്തിൽ മാലാക വന്ന്, സ്വർഗത്തിൽ നിന്നൊരു മാലാക വന്ന് യേശുവിനെ ശക്തിപ്പെടുത്തി. ദൈവത്തിന് ശക്തിയാൽ നിറച്ചു, ആത്മാവിനാൽ നിറച്ചു. ദൈവ ഇഷ്ടം നിറവേറ്റാൻ യേശു തന്നെ വിട്ടുകൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കുരിശിൽ കിടന്നിട്ട് പരിഭവമില്ല. ഒരു തെറ്റും ചെയ്യാത്ത നീതിമാനായ പരമപരിശുദ്ധനായ ദൈവമായ യേശുക്രിസ്തു കുരിശിൽ കിടന്ന് പിടയുമ്പോഴും പരിഭവമില്ല, പരാതിയില്ല. ഇത് ദൈവത്തിന്റെ ഹിതമാണെന്ന ബോധ്യത്തിൽ സ്വീകരിക്കാൻ സാധിച്ചത് പിതാവ് ശക്തിപ്പെടുത്തുന്നുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനും ലേബർ റൂമിൽ കിടന്നിട്ട് പറഞ്ഞു, കർത്താവേ നന്ദി, ഞാൻ ദേ പറയാം, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഇതാ കർത്താവേ, നിന്റെ ദാസി. ഒരു ടെൻഷനും ഇല്ല. വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് വരെ ഒരു ടെൻഷനും ഇല്ല. അത് ദൈവത്തിന്റെ ഹിതമാണ്. ഞാനിപ്പോ ഓർക്കുക, എൻ്റെ കുഞ്ഞുണ്ടെങ്കിൽ ഒരു 7 വയസ്സോ 8 വയസ്സൊക്കെ ആയിട്ട് ആ കുഞ്ഞിനെ നോക്കിയിരിക്കണം എനിക്ക് വീട്ടില്. ഒരിക്കൽ പോലും 15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് 27 വർഷമായി ഞാൻ നവീകരണ അനുഭവത്തിൽ വന്നിട്ട് 27 വർഷമായിട്ട് എല്ലാ ദിവസവും
ശുശ്രൂഷയിലായിരിക്കാൻ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മാവിന് വേണ്ടി ചോദിച്ചത് കൊണ്ടാ, ദൈവത്തിന്റെ കൃപ നിറച്ചത് കൊണ്ടാ. എന്റെ ഒരു ശക്തിയല്ല, എന്റെ കഴിവല്ല, എന്റെ അറിവല്ല, എന്റെ പഠിപ്പല്ല, എന്റെ തമ്പുരാനിൽ ആശ്രയിച്ചിട്ട് എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു തിന്മയിൽ വീഴാതിരിക്കാൻ, പാപം ചെയ്യാതിരിക്കാൻ, വെറുപ്പിനടിമയാകാതിരിക്കാൻ, ഒരു ജഡിക സുഖം അനുഭവിക്കാതിരിക്കാൻ, തമ്പുരാന്റെ കൃപ നിറയ്ക്കാൻ, ശക്തി നിറയ്ക്കാൻ, ഏത് വേദന കിട്ടിയാലും സ്വീകരിക്കാൻ, ആരോടും ക്ഷമിക്കാൻ, പകരത്തിന് പകരം ചെയ്യാതിരിക്കാൻ, തമ്പുരാന്റെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചത് ദൈവം തന്ന പരിശുദ്ധാത്മാവിനാലാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ട് കരം ഉയർത്തി പ്രാർത്ഥിച്ച്, പിതാവായ ദൈവമേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പുത്രനായ യേശുവേ, അവിടുത്തെ സഹായകനായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ ശക്തിയാൽ, അവിടുത്തെ ജീവനാൽ, സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ച് ആത്മാവിന്റെ നിറവിന് വേണ്ടി. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ കൃപ നിറയണം, ഞങ്ങളുടെ മക്കളിൽ കൃപ നിറയണം, അന്യദേശത്തായിരിക്കുന്ന പഠിക്കുന്നതിന്റെ മക്കളിൽ കൃപ നിറയണം, ജീവിത പങ്കാളിയിൽ കൃപ നിറയണം, പൊന്നു മക്കളിൽ കൃപ നിറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഇടവക ഐക്യത്തോടെ ഒന്നിച്ച് സ്നേഹത്തോടെ പോകാൻ ഈ ഇടവകയിൽ എല്ലാ കുടുംബങ്ങളിലും കൃപ നിറയണം. നാനാജാതി മതസ്ഥരായ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളിലും കൃപ നിറയണം. എല്ലാ സഭാ വിഭാഗങ്ങളിലുള്ള ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും കൃപ നിറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ ആത്മാവിന്റെ നിറവിന് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്.